ഹായ് ഗൈസ്. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എലമെൻറ്റ്സ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഗോത്രൂ ചെയ്തിരുന്നു അല്ലേ. ഇനി നമ്മൾ ഗോത്രൂ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ആട്രിബ്യൂട്ട് വേഴ്സസ് പ്രോപ്പർട്ടീസ് എന്നുള്ളത്. സോ പലർക്കും ഇതിൽ ഒരു കൺഫ്യൂഷൻ വരും, ചിലർക്കൊക്കെ ഇത്രമാത്രം ഡിഫറൻസ് ഉണ്ടോ എന്ന് പോലും തോന്നും ആക്ച്വലി. ഓക്കെ, സോ ബട്ട് നമുക്ക് ചെക്ക് ചെയ്യാം എന്താണ് ഡിഫറൻസ് എന്താണെന്നുള്ളത്. നമുക്ക് ചെക്ക് ചെയ്യാം ആട്രിബ്യൂട്ട് എന്താണ്, പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഞാനിവിടെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ HTML കോഡിൽ എഴുതുന്ന ടാഗ്സിൻ്റെ ഉള്ളിൽ എഴുതുന്നതാണ് ആട്രിബ്യൂട്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളിവിടെ ഇൻപുട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ. സോ ഇൻപുട്ടിൽ ID ഈക്വൽ ടു ഇൻപുട്ട് 1, ക്ലാസ് ഈക്വൽ ടു ഇൻപുട്ട് ഡിഫോൾട്ട്, വാല്യൂ ഈക്വൽ ടു നമ്മളൊരു എൻ്റർ ടെസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ID എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ടാണ്, ക്ലാസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടാണ്, വാല്യൂ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടാണ്. സോ നിങ്ങൾ HTML കോഡിൽ ടാഗിൻ്റെ ഉള്ളിൽ എഴുതുന്ന എന്താണെന്ന് വെച്ചാൽ ആദ്യം അതൊക്കെയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുക. സോ ഞാൻ പറഞ്ഞു ഇവിടെ ID, ക്ലാസ്, വാല്യൂ ഇത് മൂന്നും ഇവിടെ ആട്രിബ്യൂട്ടാണ്. സോ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ബ്രൗസർ ആ HTML നോക്കി ക്രിയേറ്റ് ചെയ്യുന്ന ഡോം ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ആണ്. ഓക്കെ, ഡോം ഒബ്ജക്റ്റ് എന്നത് നമ്മൾ പറഞ്ഞു ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് തന്നെയാണെന്ന് പറഞ്ഞല്ലോ. സോ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടാകും. സിമ്പിളായി പറഞ്ഞാൽ HTML ഉള്ളത് ആട്രിബ്യൂട്ട്, ജാവാസ്ക്രിപ്റ്റ് ഡോം ഒബ്ജക്റ്റിലുള്ളതാണ് പ്രോപ്പർട്ടീസ്. ഓക്കെ, സോ ബ്രൗസർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ടാഗ് നെയിം നോക്കും ആദ്യം. ഇത് നമ്മുടെ കേസിൽ ഇപ്പോൾ ഇൻപുട്ടാണ്, അത് നോക്കി ഡോം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ആട്രിബ്യൂട്ട് ബേസ് ചെയ്തിട്ട് ചില പ്രോപ്പർട്ടീസ് പ്രീ കോൺഫിഗർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ നമ്മളിവിടെ ഇൻപുട്ട് സെലക്ട് ചെയ്തത് ഇതാണ് എടുത്തിട്ടുണ്ട്. സോ എന്നിട്ട് ഞാനിവിടെ നമ്മൾ HTML എടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഡോക്യുമെൻ്റ് ഡോട്ട് ക്വറി സെലക്ടർ ഓഫ് ഇൻപുട്ട് എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ ഡോക്യുമെൻ്റ് ഡോട്ട് ക്വറി സെലക്ടർ ഓഫ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു ഒബ്ജക്റ്റ് കിട്ടി. എന്നിട്ട് ഇതിൻ്റെ നമ്മളെന്ന് വെച്ചാൽ ഇൻപുട്ട് ഡോട്ട് ID എന്ന് പറഞ്ഞാൽ ID പ്രോപ്പർട്ടി കിട്ടും. പിന്നെ നമുക്ക് വെച്ചാൽ ഇൻപുട്ട് ഡോട്ട് ക്ലാസ് നെയിം എന്ന് പറഞ്ഞാൽ ക്ലാസ് നെയിം പ്രോപ്പർട്ടി കിട്ടും. പിന്നെ ഇൻപുട്ട് ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ വാല്യൂ പ്രോപ്പർട്ടിയും കിട്ടും. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ HTML ക്ലാസസ് ആണ്, ജാവാസ്ക്രിപ്റ്റിൽ ക്ലാസ് നെയിം ആണ്. ഓക്കെ, അതൊരു ഡിഫറൻറ്റ് ഉണ്ട്. HTML നമ്മൾ ക്ലാസ് എന്ന് പറഞ്ഞ രീതിയായിരുന്നു, ഇവിടെ ജാവാസ്ക്രിപ്റ്റിൽ ഡോമിൽ നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ അത് ക്ലാസ് നെയിം എന്ന് പറഞ്ഞ് എടുക്കും ആക്ച്വലി. സോ അത് ഫസ്റ്റ് കൺഫ്യൂഷൻ പോയിൻ്റ് ആയിരുന്നു, അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. പിന്നെ ബേസിക്കലി അടുത്തൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ HTML ആട്രിബ്യൂട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് കറസ്പോണ്ടിങ് അപ്ഡേറ്റ് ആവും. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്താലും അതേപോലെ തന്നെ HTML ആട്രിബ്യൂട്ട് കറസ്പോണ്ടിങ് അത് അപ്ഡേറ്റ് ആവുകയും ചെയ്യും. ഇത് 2 വേ ലൈവ് സിങ്ക് ആണെന്ന് പറയും, അല്ലെങ്കിൽ 2 വേ ലൈവ് സിങ്ക് തന്നെയാണെന്ന് പറയും, 2 വേ ലൈവ് സിങ്ക് ആണെന്ന് പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഇൻപുട്ട് ഡോട്ട് ID നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഞാനിവിടെ എഴുതാൻ ഇൻപുട്ട് ഡോട്ട് ID ഈക്വൽ ടു ന്യൂ ID എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇത് HTML എലമെൻറ്റ് ടാബിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ആട്രിബ്യൂട്ടിലും ഈ ID മാറിയിരിക്കും. ഇവിടെ അതായത് ഇവിടെ ഞാൻ ഇൻപുട്ട് ID ഈക്വൽ ടു ന്യൂ ID എന്ന് പറഞ്ഞാൽ ഇവിടെ കറസ്പോണ്ടിംഗ്ലി ന്യൂ ID ആയിട്ട് ചേഞ്ച് ആവും. ഓക്കെ, പിന്നെ ഇതേപോലെ തന്നെ HTML ക്ലാസ്സസ് ഉണ്ട് ആക്ച്വലി അല്ലേ. ഇവിടെ നമ്മൾ ഇൻപുട്ട് ഡീഫോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് ജാവാസ്ക്രിപ്റ്റ് അത് ഇൻപുട്ട് ഡോട്ട് ക്ലാസ് നെയിം എന്ന് പറഞ്ഞിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഞാൻ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പേര് ഡിഫറെൻ്റ് ആണെങ്കിൽ ബിഹേവിയർ സെയിം ആട്ടോ. ക്ലാസ്സും ക്ലാസ് നെയിമും പ്രോപ്പർട്ടി ഇവിടെ പേരൊക്കെ ഡിഫറെൻ്റ് ആണെങ്കിലും ബിഹേവിയർ സെയിം ആണ്. പ്രോപ്പർട്ടി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട് ചേഞ്ച് ആകും, ആട്രിബ്യൂട്ട് ചേഞ്ച് ചെയ്താലും പ്രോപ്പർട്ടി ചേഞ്ച് ആകും. ഈ ക്ലാസിൻ്റെ കേസിലും ഇത് ലൈവ് സിങ്ക് ആണ്, ബട്ട് നെയിംസ് ആർ നോട്ട് സെയിം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്കെന്ന് വെച്ചാൽ ചെറിയ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ HTML വാല്യൂ ഉണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്ത വാല്യൂ എൻ്റർ ടെസ്റ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ജാവാസ്ക്രിപ്റ്റിലാണെങ്കിൽ ഇൻപുട്ട് ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് കിട്ടും. ഇവിടെ നെയിം സെയിം ആണ്, ബട്ട് ബിഹേവിയർ കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം ഇവിടെ ആട്രിബ്യൂട്ട് ചേഞ്ച് ചെയ്താൽ പ്രോപ്പർട്ടി അപ്ഡേറ്റ് ആവും, പക്ഷേ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആട്രിബ്യൂട്ട് അപ്ഡേറ്റ് ആവില്ല. ഇത് 1 വേ ആണ്. മനസ്സിലായി വിചാരിക്കുന്നു. ആട്രിബ്യൂട്ട് നമ്മളിവിടെ ആട്രിബ്യൂട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് പ്രോപ്പർട്ടിയിൽ അപ്ഡേറ്റ് ആവും, പക്ഷേ ഇവിടെ പ്രോപ്പർട്ടിയിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആട്രിബ്യൂട്ടിൽ അപ്ഡേറ്റ് ആവില്ല. ഇത് 1 വേ ആണ്. എന്ന് വെച്ചാൽ ഇവിടുന്ന് ആട്രിബ്യൂട്ട് ചേഞ്ച് ചെയ്താൽ മാത്രമേ പ്രോപ്പർട്ടിക്ക് അപ്ഡേറ്റ് ആവുള്ളൂ. ഓക്കെ, സോ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇൻപുട്ട് യൂസർ എന്താ പറയുക, യൂസർ ഹോൾഡ് ചെയ്യാനുള്ളതാണല്ലോ ആക്ച്വലി ഇൻപുട്ടൊക്കെ. സോ യൂസർ ടൈപ്പ് ചെയ്യുന്ന ഓരോ ക്യാരക്ടറും ആട്രിബ്യൂട്ടിലേക്ക് സിങ്ക് ചെയ്താൽ ഒറിജിനൽ ഡീഫോൾട്ട് വാല്യൂ നമുക്ക് നഷ്ടമാകും. അപ്പോൾ ഡെവലപ്പറിന് സെറ്റ് ചെയ്ത ഇനീഷ്യൽ വാല്യൂസൊക്കെ എങ്ങനെ റീസെറ്റ് ചെയ്യുന്നുള്ളത് കുറച്ച് ഇമ്പോസിബിൾ ആണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ബ്രൗസർ ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ യൂസർ ടൈപ്പ്ഡ് വാല്യൂ പ്രോപ്പർട്ടിയിൽ മാത്രമേ ഉള്ളൂ, ആട്രിബ്യൂട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇനി നമുക്ക് വെച്ചാൽ നമുക്കൊരു നമ്മുടെ എക്സാമ്പിളിലേക്ക് ഒന്ന് പോകാം. നമ്മൾ എഴുതിയ ആപ്ലിക്കേഷനിൽ ഇവിടെ ഞാനൊരു ഹെഡർ UL താഴെ ഞാനിപ്പോൾ തൽക്കാലം ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഇൻപുട്ടിലൊരു വാല്യൂ കൊടുക്കാം, വാല്യൂ ഈക്വൽ ടു ഡീഫോൾട്ട് വാല്യൂ. ഓക്കെ, സേവ് ചെയ്യാം.
എന്നിട്ട് ഒന്ന് റീലോഡ് ചെയ്യാം. ഓക്കെ, സോ ഇത് റീലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഡീഫോൾട്ട് വാല്യൂ നമ്മുടെ ഇവിടെ ടെസ്റ്റ് കിടക്കുന്നുണ്ട് അല്ലേ. പേജ് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻപുട്ട് ഡീഫോൾട്ട് ടെസ്റ്റ് വന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ എലമെൻറ്റ് ടാബിൽ ഈ വാല്യൂ ഡീഫോൾട്ട് ടെസ്റ്റ് എന്നുള്ളത് നമുക്ക് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ ആ വാല്യൂ എടുക്കാം. നമുക്ക് ഞാൻ പറയാം കോൺസ്റ്റ് ഇൻപുട്ട് ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് ക്വറി സെലക്ടർ എടുക്കാം. ക്വറി സെലക്ടർ ഓഫ് ഇൻപുട്ട് എന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇൻപുട്ടിൽ വന്നിട്ടുണ്ട്. എനിക്ക് വാല്യൂ കാണാൻ വേണ്ടി ഞാൻ ഒബ്ജക്റ്റ് കാണാൻ വേണ്ടി കൺസോൾ ഡോട്ട് dir കൊടുത്തിട്ട് ഞാനവിടെ ഇൻപുട്ട് കൊടുക്കാം. ഇപ്പോൾ ഫുൾ ഒബ്ജക്റ്റ് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇൻപുട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കറസ്പോണ്ടിങ് വാല്യൂസൊക്കെ ഇൻപുട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഇൻപുട്ടിൽ ഡോട്ട് നമുക്ക് എന്ന് വെച്ചാൽ ഇവിടെ സ്ക്രോൾ ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ വാല്യൂ ഉണ്ടാവും. ആ വാല്യൂവിൽ നമ്മൾ കൊടുത്ത ഡീഫോൾട്ട് വാല്യൂ ഇവിടെ വന്നെടുക്കുന്നുണ്ട്. ഓക്കെ, ഡീഫോൾട്ട് വാല്യൂ നമുക്ക് കാണാൻ പറ്റും. അത് ആട്രിബ്യൂട്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് പ്രോപ്പർട്ടി അപ്ഡേറ്റ് ആയി ബേസിക്കലി. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഇവിടെ എഴുതാം ഇൻപുട്ട് ഡോട്ട് വാല്യൂ ഈക്വൽ ടു, ഞാനിവിടെ മെൻഷൻ ചെയ്യാണ് ന്യൂ വാല്യൂ എന്ന് പറയാം. ന്യൂ വാല്യൂ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ UI ഇമീഡിയറ്റ്ലി ചേഞ്ച് ആയി. പക്ഷേ നമുക്ക് വേണമെങ്കിൽ എലമെൻറ്റ് ടാബിൽ പോയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഡീഫോൾട്ട് വാല്യൂ തന്നെ വന്നേക്കുന്നത്. ഇവിടെ അപ്ഡേറ്റ് ആയിട്ടില്ല, നമ്മൾ കൊടുത്ത വാല്യൂ അപ്ഡേറ്റ് ആയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അത് പഴയ പോലെ തന്നെ കിടക്കുന്നത്. സോ പ്രോപ്പർട്ടി അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ആട്രിബ്യൂട്ടിൽ അത് സിങ്ക് ആവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടിയാണ്, അത് ഞാൻ കാണിച്ചെന്ന് മാത്രമേ. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും H1 ID ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റെഫറൻസ് നഷ്ടമാകും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം അതെങ്ങനെ നഷ്ടമാവില്ല എന്നുള്ളത്. സോ ഞാനത് ഇവിടെ നമ്മുടെ H1 ഉണ്ട്, ഇവിടെ നമ്മൾ ID എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം ഞാനിവിടെ ആ ഒരു ഒബ്ജക്റ്റ് എടുക്കാം. കോൺസ്റ്റ് H1 equal to document dot get element by ID. H1 വാല്യൂ വന്നിട്ടുണ്ട്. ഓക്കെ, H1 നമുക്ക് ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളെന്ന് വെച്ചാൽ ഇത് ID അപ്ഡേറ്റ് ആവും മാറ്റിയാൽ ഇല്ലെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ തൽക്കാലം H1 ഡോട്ട് ID ഈക്വൽ ടു ഞാൻ മെൻഷൻ ചെയ്യാണ് ന്യൂ ID എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യണം. ഓക്കെ, സോ H1 വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഡോം ഒബ്ജക്റ്റ് റെഫറൻസ് ആണ്. ID സ്ട്രിങ് അല്ല, മെമ്മറി അഡ്രസ്സാണ്. മെമ്മറി അഡ്രസ് റെഫറൻസ് ആണ് അത് പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ റെഫറൻസ് ഇൻറ്റൻറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ലൈക്ക് നമ്മൾക്ക് ഇത് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. കറസ്പോണ്ടിംഗ്ലി ID എന്നുള്ള ന്യൂ ID നമുക്ക് വന്നിട്ട് കിടക്കുന്നുണ്ട്, അപ്ഡേറ്റ് ആയി കിടക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് നിങ്ങൾക്കപ്പോൾ ഉണ്ടാവും വീണ്ടും ഗെറ്റ് എലമെൻറ്റ് ബൈ ID ഓഫ് മെയിൻ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുമോ എന്നുള്ളത്. സോ വർക്ക് ചെയ്യില്ല, കാരണം ID മാറിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID ഓഫ് എഗെയിൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നള്ള കിട്ടുക, കാരണം ഈ ID ഇല്ല, ID ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, സോ എലമെൻറ്റ്സ് ടാബിൽ ആട്രിബ്യൂട്ടിൽ റിഫ്ലക്റ്റ് ആവുകയും ചെയ്യും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ആട്രിബ്യൂട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ്ങിൽ എലമെൻറ്റ് ടാബിലും റിഫ്ലക്റ്റ് ആവും നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. ഓക്കെ, സോ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്നത് ഡോട്ട് നൊട്ടേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആട്രിബ്യൂട്ട്സ് ചേഞ്ച് ചെയ്യാൻ മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇൻപുട്ട് ഡോട്ട് എനിക്ക് ആട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻപുട്ട് നമ്മൾ കൊടുത്ത് ഇൻപുട്ട് ഡോട്ട് സെറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുകയാണെങ്കിൽ ഇൻപുട്ട് ഡോട്ട് സെറ്റ് ആട്രിബ്യൂട്ട് നമ്മൾ കൊടുത്തു. എന്നിട്ട് സെറ്റ് ആട്രിബ്യൂട്ടിൽ ഞാൻ എങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഏത് പ്രോപ്പർട്ടിയാണ് ഉദ്ദേശിക്കുന്നത്, ഏത് ആട്രിബ്യൂട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് അതിന് പേര് കൊടുത്തു. എന്നിട്ട് ആ ആട്രിബ്യൂട്ടിന് എന്താ വാല്യൂ എന്നുള്ളത് അപ്പോൾ ഞാൻ കൊടുത്തു സം വാല്യൂ എന്ന് കൊടുക്കും. സം വാല്യൂ എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ സോ ബേസിക്കലി ഇത് ആട്രിബ്യൂട്ട് ചേഞ്ച് ചെയ്യും.
ഓക്കെ, പക്ഷേ യു ഐയിൽ ചേഞ്ച് ആവില്ല. ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ടിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സം വാല്യൂ എന്ന് വന്നിട്ടുണ്ട് കണ്ടോ. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ ആട്രിബ്യൂട്ട് ചേഞ്ച് ചെയ്യും, ബട്ട് യു ഐയിൽ ചേഞ്ച് ആവില്ല. ഇഫ് യൂസർ ഇസ് ഓൾറെഡി ടൈപ്പ് പ്രോപ്പർട്ടി വാല്യൂ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആണ്, കാരണം വാല്യൂ ആട്രിബ്യൂട്ട് ഈസ് നോട്ട് ലൈവ് സിങ്ക്ഡ് വിത്ത് ബാക്ക്. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, നിങ്ങളിത് ചേഞ്ച് കഴിഞ്ഞാൽ വാല്യൂ ആട്രിബ്യൂട്ട് ഈസ് നോട്ട് സിങ്ക്ഡ് ബാക്ക് ആക്ച്വലി. സോ അതാണ്. സോ ഇത്രേ ഉള്ളൂ ഈ മെയിൻ ഡിഫറൻസ് ആട്രിബ്യൂട്ടും പ്രോപ്പർട്ടീസും തമ്മിൽ. പിന്നെ ആട്രിബ്യൂട്ട് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് പോയിന്റ് പറയാൻ പറ്റും. ലൈക്ക് യൂസർ ടൈപ്പ് കോണ്ടെക്സ്റ്റ് റീസെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻപുട്ട് ഡോട്ട് വാല്യൂ അല്ലെങ്കിൽ ഇൻപുട്ട് ഡോട്ട് ഗെറ്റ് ആട്രിബ്യൂട്ട് ഓഫ് വാല്യൂ എന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഗെറ്റ് ആട്രിബ്യൂട്ട് ഓഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ അല്ലെങ്കിൽ ഡീഫോൾട്ട് വാല്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, സോ ഇൻപുട്ട് ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ യു ഐ റീസെർച്ച് ചെയ്തതായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇതാണ് വാല്യൂ ആട്രിബ്യൂട്ട് കെപ്റ്റ് അറൗണ്ട് ആയിരിക്കും എന്നുള്ള റീസൺ ബേസിക്കലി. ഓക്കെ, യൂസർ ഇൻപുട്ട് പ്രോപ്പർട്ടിയിൽ പോയാലും ഇനീഷ്യൽ ടെംപ്ലേറ്റ് ആട്രിബ്യൂട്ടിൽ സേഫായി കിടക്കുകയും ചെയ്യും ഇങ്ങനത്തെ കേസിൽ. സോ തൽക്കാലം ഞാൻ മനസ്സിലായിരിക്കണു ഈ ആട്രിബ്യൂട്ടും പ്രോപ്പർട്ടീസും തമ്മിലുള്ള ഡിഫറൻസ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പപ്പ് ചെയ്യണം. ഇൻ കേസ് മനസ്സിലായിരുന്നെങ്കിൽ പുറത്ത് പ്രോപ്പർട്ടീസ് റെഫറൻസ് ഇഷ്ടം പോലെ ഉണ്ട്, ജസ്റ്റ് ഗോ ത്രൂ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.